എല്ലാവർക്കും നമസ്കാരം. കൗമുദി ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഇന്നത്തെ ഓണം സ്പെഷ്യൽ എപ്പിസോഡ് തീർച്ചയായിട്ടും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എൻ്റെ കൂടെ എന്നുള്ളത് 2 ബ്യൂട്ടിഫുൾ യങ് ആക്ട്രസസ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം, നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ചാമിങ് ആക്ട്രസസ് ആണ്. ഐ എം ഷുവർ ഓൾ ഓഫ് യു ആർ ഈഗർലി വെയിറ്റിംഗ് ടു നോ ഹൂ ദേ ആർ. അപ്പോൾ ഞാൻ കൂടുതൽ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ആൻഡ് ലെറ്റ് മീ കോൾ ഓൺ ഷോ അൻസിബ ആൻഡ് സ്വാതി. രണ്ട് നല്ല മലയാളി മങ്കയായിട്ട് നിൽക്കുന്ന വെരി ബ്യൂട്ടിഫുൾ, രണ്ടുപേർക്കും നല്ല രീതിയിൽ ചേരുന്നുണ്ട്. ഐ എം ഷുവർ നമ്മുടെ കേരള സാരി മിക്ക സ്ത്രീകൾക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അല്ലേ? സോ ഈ ഒരു ഓണത്തിന് എന്താണ് സ്പെഷ്യൽ നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കാൻ പോണത്? ഞാനും സ്വാതിയും കൂടി സ്പെഷ്യലായിട്ട് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അത് സ്പെഷ്യൽ ആവോ? ഞങ്ങൾ ഉണ്ടാക്കുന്നത് സ്പെഷ്യൽ പായസമാണ്. പായസം എന്ന് പറയാൻ പറ്റുമോന്നും അറിയില്ല, എന്നാലും ഒരു ഞങ്ങൾ വിളിക്കുന്നത് പായസം എന്നാണ്. ഒരു സാധനം എന്ന് പറഞ്ഞു, സാധനം എന്ന് വിളിക്കുമെന്ന് തോന്നുന്നു. അൻസിബ സാധനമേ പഠിപ്പിച്ചത്. ഇതിന് മുന്നേ പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ? പിന്നെ ഏതൊക്കെ പായസം ഉണ്ടാക്കിയിരിക്കണത്? പല പായസങ്ങളും. അല്ല, ഞങ്ങൾക്ക് കോളേജിൽ ഉണ്ടായിട്ടുണ്ട് ഈ പായസം കോമ്പറ്റീഷനൊക്കെ. പക്ഷെ അത് ഗ്രൂപ്പ് അല്ലേ, അപ്പൊ നമ്മൾ ചുമ്മാ ഇങ്ങനെ നോക്കി നിന്നാ മതി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിലാണ് ഇപ്പൊ ഉണ്ടാക്കുക. എന്റെ പൊന്നെ, ഞാൻ ടേസ്റ്റ് ചെയ്യാൻ എന്റെ ജോനെ തന്നെ വിളിക്കണതായിരിക്കും കേട്ടോ. കണ്ടിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഐ എം ഷുവർ ഈ ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ നിങ്ങൾ നല്ല അടിപൊളി പായസം ഉണ്ടാക്കും. ബിക്കോസ് എല്ലാം ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടില്ലെങ്കിൽ കാണാണ്ട്. പക്ഷെ എന്നാലും നിങ്ങളുടെ കയ്യിൽ തന്നെ കേൾക്കാം എന്ത് പായസമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത്. സേമിയ പായസം. അതാണ് ഏറ്റവും ഈസി അല്ലേ? ഇതിൽ എന്തൊക്കെ ആവശ്യമുണ്ട്? സേമിയ പായസം ആകുമ്പോ സേമിയ എന്തായാലും വേണല്ലോ, അതുകൊണ്ട് സേമിയ എന്തായാലും ഉണ്ട്. പാലുണ്ട്, കാഷ്യൂ ഉണ്ട്, പിന്നെ കിസ്മിസ് ഉണ്ട്, പിന്നെ പഞ്ചസാര ഉണ്ട്, പിന്നെ നെയ്യുണ്ട്. ഇതാരെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചതാണോ? അല്ലല്ല, ഞങ്ങൾ വെച്ചത് തന്നെയാണ്. അപ്പൊ കൊറേ ഇൻഗ്രീഡിയൻസിന്റെ ഇങ്ങനെ പറയാൻ മറന്നു പോകില്ല, അതാണ്. ഓക്കെ, ശരി, നമുക്ക് ഇനി ചെയ്ത് കാണിക്കാം. അപ്പൊ ചിലപ്പോ ഓർമ്മയൊക്കെ പുതുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യും. ഞാൻ കത്തിക്കാം. അല്ലെങ്കിൽ സ്വാതി കത്തിക്കാൻ ആള് ഭയങ്കര മിടിക്കുക. ബാക്കിയൊക്കെ അൻസിബ ചെയ്തോളും, ഞാന് ഡയറക്റ്റ് ചെയ്യാം എല്ലാത്തിനും. പ്രൊഡ്യൂസർ ആരാണോ? അയ്യോ, എനിക്കൊന്നും. നമ്മള് പായസം ഉണ്ടാക്കാനുള്ള വലിയ ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി എന്താ? ചട്ടി കത്തി പിടിക്കില്ലല്ലോ അല്ലേ? ഇല്ല. ആദ്യം നമുക്ക് അപ്പൊ നെയ്യ് ഒഴിക്കാം. അപ്പൊ ഗീ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചൂടായി ചൂടാവട്ടെ. കിസ്മിസും കാഷ്യൂ നട്ട്സും ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. അപ്പൊ ഗീ ആദ്യം മെൽറ്റ് ആയി. ഇനി നെക്സ്റ്റ് ഇവിടെ ഇടാൻ പോണത് കിസ്മിസും കാഷ്യൂം ടുഗെദർ അല്ലേ? ഓക്കെ. മറ്റേ കാഷ്യൂസ് കട്ട് ചെയ്യോ, പീസസ് ആക്കോ? ഇല്ല, പീസസ് ആക്കൊന്നുമില്ല. നമുക്ക് കുടിക്കുമ്പോ ഒരു കാഷ്യൂ കംപ്ലീറ്റ് ആയിട്ട്. ഓക്കെ. പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ ഈ ഓരോ കാഷ്യൂ പീസ് ആക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, കുറച്ചും കൂടി കൂടുതൽ കഴിക്കാൻ പറ്റുമെന്നാണ്. പക്ഷെ അത് നമ്മൾ വറുത്തെടുക്കുമ്പോ മൊത്തത്തിൽ അങ്ങോട്ട് ഉടഞ്ഞു പോകണ്ടെന്നുള്ളൊരു പേടി കൊണ്ടാണ്. അല്ലല്ല, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ ഇങ്ങനെയാണ്. ഞാൻ വെറുതെ പറയല്ലേ. ഓൾറെഡി പായസം ഉണ്ടാക്കുന്ന സമയത്ത് നാം ഷുവർ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും നിങ്ങളെ കുറിച്ച് കുറേ വിശേഷങ്ങൾ കേട്ടറിയാൻ ഭയങ്കര അധികം ആഗ്രഹമുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മൾ നോർമൽ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഈ ഒരു ഓണത്തിൻ്റെ സ്പെഷ്യാലിറ്റി ഫോർ യു ഇൻ അറ്റ് ഹോം? ഇവിടെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാംസിൽ പായസം ഉണ്ടാക്കണം. വീട്ടിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വീട്ടിലെന്താ സാധാരണ പോലെ തന്നെ അമ്മ എല്ലാം കുക്ക് ചെയ്യും, ഞാൻ റെഡിമെയ്ഡ് ആണോ അതോ? അല്ലല്ല, അമ്മ ഉണ്ടാക്കുന്നത് എല്ലാം. എന്റെ വീട്ടിലും എല്ലാ ഫുഡും മമ്മി തന്നെ ഉണ്ടാക്കും. എല്ലാം ഞാൻ എടുത്ത് നല്ലോണം കഴിക്കും, വെട്ടി വിഴുങ്ങും. പക്ഷെ ആൻസിബ സീരിയസ്ലി ഞാൻ ലാസ്റ്റ് ടൈം കണ്ടതിനെക്കാട്ടും ശരിക്കും തടി കുറഞ്ഞു കേട്ടോ. ഡയറ്റിംഗിലാണ്. എങ്ങനെയാ ഡയറ്റ് ഇപ്പൊ എങ്ങനെയാ? ഞാൻ നന്നായിട്ട് ചോറ് കഴിക്കുന്ന ആളായിരുന്നു. ഭക്ഷണം കഴിക്കണല്ല, ഞാൻ നോൺ വെജ് അധികം കഴിക്കില്ല, പക്ഷെ ചോറ് നല്ലോണം കഴിക്കും. അപ്പോൾ എനിക്ക് ചോറ്, കഞ്ഞി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. അതെല്ലാം ഒഴിവാക്കി ഇപ്പൊ കുറെ ആയി ഞാൻ ചോറ് കഴിച്ചിട്ട്. പിന്നെ ചിക്കനൊക്കെ ഞാൻ ചിക്കൻ പ്രോട്ടീൻ ഉള്ളതുകൊണ്ട് ചിക്കൻ കഴിക്കും, ഗ്രിൽഡ് ചിക്കൻ ഒക്കെ കഴിക്കുള്ളൂ. പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട് ഡെയിലി. വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു ചില ദിവസം 2 hours ചെയ്യും, ചില ദിവസം മടിയാകുമ്പോൾ 1 hour ഒക്കെ ചെയ്യുള്ളൂ. ഡെയിലി ചെയ്യും. സ്വാതി? ഞാൻ ഡാൻസ് ചെയ്യും, മെയിൻ ഡാൻസറാണ്. ഏത് ഫോം ഓഫ് ഡാൻസ് ആണ്? കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി. ഓക്കെ. അപ്പൊ അത് ഒരു പ്രാക്ടീസ് ചെയ്യും ഡെയിലി അങ്ങനെ.
പിന്നെ അങ്ങനത്തെ എനിക്ക് വലിയ ഡയറ്റോ സംഭവങ്ങളോ അങ്ങനെയൊന്നുമില്ല. ഫുഡ് ഇഷ്ടമാണ്. ഫുഡ് എന്തും കഴിക്കും. ഞാൻ ഇത്രയും ലൈക്കിനോ നിങ്ങളുടെ വീട്ടിലും ഓണം നമ്മളെല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ വീട്ടിലത്തെ എല്ലാ ഫാമിലി മെമ്പേഴ്സ് വരും, അതോ ഫ്രണ്ട്സിന്റെ കൂടിയാണ്? എങ്ങനെയാണ് നിങ്ങൾ സെലിബ്രേറ്റ്? ഇല്ല, ഫാമിലി താഴെ. അപ്പോൾ ഇത് നന്നായിട്ട് വറുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ കിസ്മിസ് ഒക്കെ ഇങ്ങനെ പൊങ്ങി വന്നത് കണ്ടോ? കണ്ടു. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഒറിജിനൽ ആണ്. അത് ഗീ ഒറിജിനൽ. ഐ തിങ്ക് ഇത് പെർഫെക്റ്റ് ഇതാണ് തോന്നുന്നു അല്ലേ? ഫ്രൈ ഇത്ര തന്നെ ഫ്രൈ ആവാൻ പാടുള്ളൂ. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാം. കണ്ട പഠിപ്പല്ലേ? ഓക്കെ, ഗെറ്റിംഗ് ബാക്ക്. അപ്പോൾ ഫ്രണ്ട്സിന്റെ കൂടെയാണോ? അല്ലല്ല, ഫാമിലിൻ്റെ ഒപ്പം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സേമിയ ഇതും നമുക്കിതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറക്കാം. ഓക്കെ, ഇപ്പോൾ കാഷ്യൂസ് ഇട്ട് കഴിഞ്ഞു, കിസ്മിസ് ഇട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ സേമിയക്കുള്ള ആ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൽ കഴിഞ്ഞു. ഇപ്പം അതൊരു വറുത്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും പായസത്തിലേക്ക് കടക്കാൻ പോണത്. ഈ സേമിയയിൽ ഓൾറെഡി ഞങ്ങൾ കാടമൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഏലക്കായ, നല്ല ഷുഗർ ഉണ്ട് ഓൾറെഡി. അപ്പൊ ഇനി ഷുഗർ നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്നേ മിക്സ് ചെയ്ത് വെച്ചാൽ മുന്നേ ഞങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അഥവാ മറന്നു പോയാലോ. നമ്മളുടെ ഓഡിയൻസിന് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ക്വസ്റ്റ്യൻ, നിങ്ങൾ ഷൂട്ടിംഗ് ചെയ്യാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് സമയം ചെലവാക്കുക? ഷൂട്ടിംഗ് ചെയ്യാത്ത സമയത്ത് എന്താ, എൻ്റെ വീട്ടിൽ എനിക്ക് ബ്രദേഴ്സ് ഉണ്ട്, സിസ്റ്റർ ഉണ്ട്, പിന്നെ ജോയിൻറ്റ് ഫാമിലിയാണ്. അപ്പോൾ റിലേറ്റീവ്സ് ഒരുപാടുണ്ട്, പിന്നെ അടുത്തടുത്താണ് റിലേറ്റീവ്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വീട്ടിൽ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ ഇറങ്ങുന്ന എല്ലാ സിനിമയ്ക്കും പോവും, അടുത്തടുത്ത് തിയേറ്റർ 5 മിനിറ്റേ ഉള്ളൂ, വോക്കബിൾ ഡിസ്റ്റൻസ് ആണ് തിയേറ്ററിലേക്ക്. എല്ലാ മൂവീസും പോയി കാണും. പിന്നെ TV കാണും, ഇതൊക്കെ തന്നെ. പിന്നെ ഷോപ്പിംഗ്. സ്വാതി? ഞാൻ വീട്ടിൽ അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോൾ വീട്ടിൽ പരമാവധി ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കറങ്ങും, ഈ പറഞ്ഞ പോലെ ഫിലിമിന് പോവും, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ശരിക്കും പാഷൻ എന്ന് പറയുന്നത് ഡാൻസാണ്. അപ്പം ഞാൻ ആന്ധ്രയിലാണ് പഠിക്കുന്നത്, കൂച്ചുപുടി ഗ്രാമത്തിൽ. അപ്പോൾ അവിടെ ക്ലാസ്സിന് പോവും. അപ്പോൾ അങ്ങനെ ഡാൻസിന് വേണ്ടി കുറേ സമയം അങ്ങനെ മാറ്റി വയ്ക്കും. ഓക്കെ, എനിക്കറിയാം. ഇത് ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും സ്വാതിക്ക്. ഇത്രയും കുച്ചിപ്പുടി ഒരു ആർട്ടിസ്റ്റാണ്. നമുക്ക് ജസ്റ്റ് എക്സ്പ്രഷനിലോ ഹാൻഡ് മൂവ്മെന്റ്സിലോ എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ കുച്ചിപ്പുടി? അയ്യോ, ഈ കോസ്റ്റ്യൂമിൽ ഡിഫിക്കൽട്ട്. ഞാൻ ഈ പായസം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ അതിന്റെ ആ ഒരു അതായിക്കോട്ടെ, അത് എക്സ്പ്രഷനിൽ വരുത്താലോ അല്ലേ? പറ്റില്ലേ? അപ്പൊ ശരി, ആൻസിബ പായസം ഉണ്ടാക്കുന്നു, ഞാനത് അത് കണ്ട് അത് ആസ്വദിക്കുന്നവൻ. ഓക്കെ. പാട്ടില്ലാണ്ട് ഇത്ര ചെയ്യാൻ. അപ്പൊ ഞാൻ അൻസിബ പാട്ട് പാടും? പാട്ടില്ലാണ്ട് ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ന്? പാട്ട് പാടാൻ സൗണ്ട് ഇല്ല, സൗണ്ട് മതി. നമ്മൾ ആരും എനിവേ ശ്രുതിയോ താളോ ഒന്നും ജഡ്ജ് ചെയ്യാൻ പോണില്ല അല്ലേ? അല്ല, ശ്രുതിയും താളം ഇല്ലെങ്കിലും സൗണ്ട് നന്നാവണല്ലോ. സൗണ്ട് നല്ല സൗണ്ട് ആണല്ലോ അല്ലേ? നല്ലതാണ്. ഇത്രയും പെട്ടെന്ന് 1 മിനിറ്റിൽ സ്വാതി നമുക്ക് വേണ്ടി പെർഫോം ചെയ്തു. അപ്പൊ അൻസിബ ഇല്ലാന്ന് പറയാൻ പാടില്ല. വേണമെങ്കിൽ ഞാൻ ഇത് ആൾക്കാം, യു കെൻ ഡാൻസ്. പാട്ട് ഏത് പാട്ടാ പാടാ? ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ഏത് പാട്ടാ പാടാ? ശരി, അപ്പുറം ബംഗാൾ ഇപ്പുറം തിരുവിതാംകൂറിലത്തെ ഒരു പാട്ട് പാടാം. ഓർമ്മയില്ല മകളെ, അന്ന് ഏതെങ്കിലും പാട്ട് പാടിക്കോ. ഏത് പാട്ട് പാടും? അയ്യോ, ഇത് കരിഞ്ഞു പോവും. ശരി, അപ്പോഴത്തേക്കും ചിന്തിച്ചോ. അപ്പോഴത്തേക്കും സ്വാതി അടുത്ത കാര്യം. ഓക്കെ, നമ്മള് ഇപ്പൊ ഫസ്റ്റ് മൂവി അല്ലേ കഴിഞ്ഞ? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരു തമിഴ് ചെയ്തു, അപ്പൊ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ മുഖപടങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മലയാളം മൂവി ചെയ്തു. അത് ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒത്തിരി അതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിരുന്നു. കാരണം കമ്മട്ടിപ്പാടത്തിലെ ആ മണികണ്ഠൻ ചേട്ടൻ, പിന്നെ ഇപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ അഞ്ജലി, അനീഷ, അങ്ങനെ കുറേ നല്ല ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി. സ്വാതിക്ക് ചെറുപ്പത്തിലെ തൊട്ട് ആഗ്രഹം ഇതായിരുന്നു, ഒരു ആക്ട്രസ് ആയിരിക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നു? അല്ല, കലാകാരി ആവണം എന്നുള്ളതൊരു ഭയങ്കര ബേസിക്കലി ഡാൻസ്. പിന്നെ ഇത് യാദൃശികമായിട്ട് അയ്യോ ഇവിടെ ഇത്രയ്ക്കായി, ഞാനോട് മുന്നേ അടുത്തടുത്തൊക്കെ ഒഴിച്ചോണ്ടിരിക്കണേ. അപ്പൊ നല്ല സ്മെൽ വരുന്നില്ലേ? അപ്പൊ കലാകാരി ആവണമായിരുന്നു ആഗ്രഹം. അപ്പൊ ഈ മൂവി കിട്ടിയപ്പോ എക്സ്പെക്ട് ചെയ്തായിരുന്നു, അതോ മൂവിക്ക് ട്രൈ ചെയ്തായിരുന്നു? വാട്ട് വാസ് യുവർ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് മൂവി കിട്ടി എന്നറിഞ്ഞപ്പോ?
അത് ഭയങ്കര സന്തോഷം തോന്നി. ഇപ്പം എന്തായാലും ആർക്കായാലും തോന്നാല്ലേ, അതും നല്ലൊരു ടീം. രഞ്ജിത്ത് ശങ്കർ, ജയസൂര്യ അവരുടെ ഒരു നല്ല ടീമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല ഹാപ്പി ആയിരുന്നു. അൻസിബ, ടൈം ഇത്രയും നേരം കിട്ടിയിട്ടാ ചിന്തിക്കാനായിട്ട്. ഇവിടെ ഒരാൾ ഇരുന്ന് പായസം അലക്കിക്കൊണ്ടിരിക്കുക. എന്താണ്, പാട്ട് കിട്ടിയോ മൈൻഡല്ലോ? ഇല്ല, ഒരു പാട്ടും കിട്ടിയില്ല. ഞാൻ അതുകൊണ്ട് പാടണ്ടല്ലോ. അപ്പോൾ നമുക്ക് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് തമിഴിലൊരു പാട്ടാണ്. എനിക്കറിയാം അൻസിബയ്ക്ക് തമിഴ് പാട്ടിനോട് ഭയങ്കര ഒരു വീക്ക്നെസ് ഉണ്ടെന്നറിയാം. അപ്പോൾ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വസീകര. അത് പണ്ടത്തെ പാട്ടാണ്. വസീകര പാട്ട് ഹിറ്റാണ്, പക്ഷെ ഞാൻ പാടിയിട്ട് അവസാനം വ്യൂവേഴ്സ് എല്ലാം എനിവേ അതിന് അവരുടെ മ്യൂസിക് കമ്പോസേഴ്സ് ആരും കാണില്ല. യു കെൻ ജസ്റ്റ് സിംഗ് 4 lines അല്ലേ? ലിറിക്സ് തെറ്റായിരിക്കും. ഇതൊക്കെയാണ് പറയുന്നത് ജാട. ഇതൊക്കെ നമ്മളുടെ ഓഡിയൻസ് കാണുമ്പോൾ അൻസിബ ചേച്ചിനെ എനിക്ക് എന്തോരം ഇഷ്ടമായിരുന്നു, പക്ഷെ എന്തോരം ജാടി അഹങ്കാരി എന്നൊക്കെ അവർ വിളിക്കും. അങ്ങനെ പാടില്ലല്ലോ. എനിക്ക് അടി കിട്ടും. വസീകര ഉൻ നെഞ്ചിനിലും ഉൻ പൊന്മടിയിൽ തൂങ്ങി ഞാൻ പോകുമതേ കണ ഉൻ കൺ തുറന്ന് മുൻ ജന്മങ്ങളിൽ ഏക്കങ്ങൾ തേടും ഞാൻ ആസിപ്പതും മോഹിപ്പതും ഉന്തയവാതാനേ ഏங்குகிறேன் ഇതിപ്പോ ശരിക്കും അഹങ്കാരം തന്നെ. ഇത്ര നന്നായിട്ട് പാടാൻ അറിഞ്ഞിട്ട് പാടാൻ കളിയാക്കിയതല്ല. ഡീസെന്റ്ലി നൈസ്. മറ്റേ അവാർഡ് വിന്നിംഗ് പാട്ടല്ല, പക്ഷെ ഡീസെന്റ്ലി പാടി. താങ്ക് യു. അപ്പൊ പായസം ആയിട്ടുണ്ട്. ഓക്കെ, അല്ല നമുക്ക് 3 പേർക്കും കൂടെ ഒരുമിച്ച് ചോറിനെ വിളിക്കാം. നട്ട്സും ഒക്കെ ഇടണ്ടേ? ഓൾറെഡി ഇതിലുണ്ട് ഉണ്ടല്ലേ? ഓക്കെ, എല്ലാം റെഡിയായി. അടിപൊളി. അപ്പൊ ആദ്യം നിങ്ങൾ ടേസ്റ്റ് ചെയ്യൂ. ഉണ്ടാക്കിയ ആൾ തന്നെയാണോ ടേസ്റ്റ് ചെയ്യുക? ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ രുചി നല്ലതാവുമ്പോ അടുത്ത ആൾക്ക് ഒരിക്കലല്ല. ഉണ്ടാക്കിയ ആൾക്കാർക്ക് അറിയാം ഇത് എത്രത്തോളം ടേസ്റ്റ് ആണ് ഇതിനുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ വീട്ടിലെ അമ്മമാർ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർ കഴിക്കില്ല, അവർക്ക് കഴിപ്പിക്കാനാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങളിപ്പോ കുക്ക് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും കഴിപ്പിക്കാനാണ്. ഞങ്ങൾ കുക്ക് ചെയ്തില്ല. അല്ല, നമ്മൾ ഒരുമിച്ചുള്ള ഒരു ടീം പ്രിപ്പറേഷൻ ആണ്. ഞാനുണ്ടല്ലോ നിങ്ങളുടെ കൂടെ ടീം. അല്ല, അത് വെറും വാചകം കൂടിയായിരുന്നു. ഞാൻ കട്ടോറി എടുത്ത് തന്നു, മറ്റേ നെയ്യ് കണ്ടില്ലല്ലോ. പിന്നെ ഞാനല്ലേ ഗ്യാസ് കത്തിച്ചത്. അതെ, ഗ്യാസ് കത്തിച്ചത് സ്വാതിയാണ്. അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച എന്താ പേരിട? അൻസിബ അല്ല, പൂജിത. ഓക്കെ, അപ്പൊ നമുക്ക് 2 പേരിടാൻ സിസ്റ്റേഴ്സ് ഉണ്ടാവല്ലോ. അസല് ചളുപ്പായി പോയല്ലേ, എനിക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല. എന്റെ കത്തി ഈശ്വര കൊല്ലെന്നെ. എനിവേസ്, എൻ്റെ ഫേവറേറ്റ് ജോനെ നമുക്കിപ്പോൾ വിളിക്കാം. ബിക്കോസ് ഹി ലവ്സ് ടു ടേസ്റ്റ്. എന്നോട് ഇവർ പായസം ഉണ്ടാക്കാൻ പോകണമെന്ന് പറയുമ്പോൾ തന്നെ ജോ പറഞ്ഞു, എടി നീ പ്രോഗ്രാം ഒക്കെ ചെയ്യില്ല, എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ നിങ്ങൾ നീ തരണം. ബിക്കോസ് എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് പായസം കുടിക്കാൻ അവന് പറ്റിയില്ല. അപ്പോൾ അവൻ്റെ ആ വിഷമം നമുക്ക് ഇപ്പോൾ തീർക്കാം. നമുക്ക് അവനെ വിളിക്കാം. അപ്പോൾ നമ്മുടെ ജോ എത്തിച്ചേർന്നിട്ടുണ്ട്. സോ വെൽക്കം ജോ. താങ്ക് യു. ഹാപ്പി ഓണം. ഹായ് സ്വാതി. ഹായ് അൻസിബ. അപ്പൊ കലക്കുന്ന ഒരു പായസം ഉണ്ടാക്കി ഞങ്ങൾ കേട്ടു. പായസം വേണ്ട? അത് വേണം. വളരെ കുറച്ച് ഞാൻ കഴിക്കാറുള്ളൂ, ഒത്തിരി ഉണ്ട് കേട്ടോ, ചെറുത് വളരെ. ആരിത് ഉണ്ടാക്കിയ പായസം? ഞങ്ങൾ രണ്ടുപേരും കൂടെ. ആണോ? ആക്ച്വലി എൻ്റെ പ്രൊഡ്യൂസർ ചെയ്തപ്പോൾ പറഞ്ഞു നിങ്ങളൊരു പായസം കലക്കാൻ ഉണ്ടാക്കുന്നത് ടേസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇതിൽ പൂജിതയുടെ എത്ര ഉണ്ട് ഇതിനകത്ത്? ഡയലോഗ്സ് അല്ലേ? ഡയലോഗ്സ് മേളിൽ പൂജിതയുടെ, ബാക്കി നിങ്ങളുടെ. ഓക്കെ, അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. വളരെ കിടിൽ വരുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആങ്കർ ജോ ലെഫ്റ്റ് ഹാൻഡിയാണ്. ഫസ്റ്റ് ന്യൂസ്. താങ്ക് യു. സച്ചിൻ തെണ്ടുൽക്കറും ലെഫ്റ്റ് ഹാൻഡിയാണ്. അടിപൊളി. അല്ലെങ്കിൽ എനിക്ക് സേമിയ ഭയങ്കര ഇഷ്ടം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. സീരിയസ്ലി വേണ്ട, ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്യാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൂജ വേണോ? വേണ്ട, ഞാൻ ടേസ്റ്റ് ചെയ്തായിരുന്നു. യമ്മി. അടിപൊളി കേട്ടോ, സീരിയസ്ലി അടിപൊളി. അപ്പൊ ഇവർ രണ്ടുപേരും അഭിനയം മാത്രമല്ല, കലക്കൻ ഒരു ഹൗസ് വൈഫ് ആകാൻ പോകുന്ന 2 സുന്ദരികളായ പെൺകുട്ടികളാണ്. ഇവരെ കെട്ടാൻ പോകുന്ന ഹസ്ബൻഡ്സിന് നമുക്ക് എല്ലാവിധ ആശംസകളും. കെട്ടു, നല്ല പായസം കുടിക്കൂ. അപ്പൊ എന്താണ് നമ്മുടെ ഓണത്തിന്റെ വൈൻഡപ്പ്? പ്രേക്ഷകർക്ക് സ്നേഹത്തിന്റെ പുറത്ത് എല്ലാരും കഴിക്കണം. നമ്മൾ സ്നേഹ മധുര പലഹാരം അല്ല, എന്നാലും എനിക്ക് വേണ്ടിട്ട് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇത് നിനക്ക് വേണ്ടിട്ടാണ് ഇപ്പൊ ആരും കഴിക്കാൻ പോകുന്നത്. കഴിച്ചിട്ടില്ലെങ്കിൽ പ്രേക്ഷകർ വിചാരിക്കുക ഞങ്ങൾ ഉണ്ടാക്കിയത് അത്ര കൊള്ളൂലെന്ന്. ജോ കള്ളം പറഞ്ഞു. ഞാൻ എടുക്കാം. പാലായിട്ട് എടുക്കരുത്. അവനവൻ കുഴിക്കുന്ന നല്ല ടേസ്റ്റ്. സീരിയസ്ലി
അതല്ല സേമിയ എടുക്കണം. സേമിയക്ക് അലർജിയാ, സ്കിൻ അലർജി കണ്ടോ. അല്ല ഇതൊക്കെ കാണുമ്പോ എല്ലാരും വിചാരിക്കും നമ്മളെന്താ വേറെ എന്തോ സാധനം ഇട്ടിട്ടാണ്. അതെ നിങ്ങളുടെ ടേസ്റ്റ് നോക്കും. എല്ലാവർക്കും ഞാൻ തന്നെ ഇല്ല പോകരുത് ഞാൻ എല്ലാവർക്കും ബൗളിൽ തരും. എന്ത് വാഷ് ചെയ്ത ബൗളല്ലേ, എല്ലാരും കുടിക്കും. നമ്മൾ ക്രൂ ഉൾപ്പെടെ എല്ലാരും കൂടി ഇപ്പൊ പായസം കുടിക്കാൻ പോവുകയാണ്. ടേസ്റ്റ് കേട്ടോ, ഞാൻ ചീറ്റ് ചെയ്യില്ല. വെരി ടേസ്റ്റി. സീരിയസ്ലി ഓൾറെഡി അത് ഫ്രൈഡ് ആണല്ലോ. അല്ല അത് ഇവര് ഫ്രൈ ചെയ്ത് കൊണ്ടെന്താ. ആണോ? കുഴപ്പമില്ല, ചുമ്മാ ഒരു ചില്ലറക്കാരില്ലാട്ടാ. പൂജനക്ക് സ്റ്റീൽ പ്ലേറ്റില്ല, അവർക്ക് സെലിബ്രിറ്റീസ് ആണ്, അവർക്ക് നല്ല പ്ലേറ്റില്ല. ഓക്കെ, സ്റ്റീൽ പ്ലേറ്റിൽ പൂജയ്ക്ക്. സാധാരണ ഞങ്ങളുടെ വീട്ടിലൊക്കെ സ്റ്റീൽ പ്ലേറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഞങ്ങൾ കഴിച്ചിട്ട് പക്ഷെ കൊടുക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 സുന്ദരികളോടൊപ്പം ഈ ഓണാഘോഷം കൗമുദി TV തകർത്തമാക്കിയ ഒരുവിധ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 3 പേരും ഉണ്ടാക്കിയ മനോഹരമായ പായസം ഞാൻ ടേസ്റ്റ് ചെയ്തു, അടിപൊളിയാണ്. ഞാനും ടേസ്റ്റ് ചെയ്ത് നല്ല ഉഗ്രനാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ കുടിച്ചിട്ട് അത് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ സ്നേഹത്തോടുകൂടി കുടിക്കുന്നു. ഓക്കെ, വാവ്, കാറ്റന്റെ കയ്യിലടിച്ചു. അപ്പോ ഇനി നിങ്ങളെ മൂവി കണ്ടോ രണ്ടുപേർ, പ്രത്യേകിച്ച് സുദീപ് ആത്മീകവും അത് പറയാം. സുദീപ് ആത്മീകവും ഞാൻ പറഞ്ഞില്ല, രണ്ടുപേരും ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ല പെർഫോമൻസ് ആണ്. പ്രേക്ഷകരോട് ഞങ്ങളുടെ ചാനലിൽ വന്നിട്ട് നിങ്ങളൊരു എക്സ്പീരിയൻസ് ഓണത്തിന്, നമ്മൾ ഇത്രയും തമാശയായിട്ട് എടുത്താൽ മതിയല്ലോ, ഓണത്തിന് നിങ്ങളൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകും കൗമുദിൽ വന്നിട്ട്? ഭയങ്കര ജോളിയായിരുന്നു. കാരണം ഫുൾ ഡേ നമ്മൾ തകർത്തു. പിന്നെ ഈ ചളി കോമഡി ഒക്കെ കേട്ടിട്ട് യൂസ്ഡ് ആണല്ലോ അല്ലേ. പുതിയ പടങ്ങൾ ഏതൊക്കെയാണ്? പുതിയത് ഇപ്പൊ ഒരു മലയാളം ചെയ്തു, ഇനിയിപ്പോ ഒരു തമിഴ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട്. നല്ലത് പറഞ്ഞോണ്ടിരിക്കുമ്പോ നീ ഡിസ്ട്രാക്ട് ചെയ്യല്ലേ. ഞാൻ കേട്ടില്ല. ഇനി തമിഴിലേക്ക് പോവുകയാണ്. അല്ല എന്നാ ഇവിടെ അൻസിബ എങ്ങനെ ഉണ്ടായിരുന്നു ഓണം? അൻസിബ നമ്മുടെ ചാനൽ ഓൾറെഡി സപ്പോർട്ട് ചെയ്യാൻ ചില ഫെസ്റ്റിവൽ ഡേയ്സ് വരാറുള്ളതല്ലേ. ഇപ്രാവശ്യം വന്നതിൽ ഒരുപാട് സന്തോഷം. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാ തവണയും എന്റെ ഓണാശംസകൾ ഞാനല്ല, എല്ലാ ആർട്ടിസ്റ്റും എല്ലാരും പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇപ്പോഴും പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കണില്ല. ഇവിടെ വരാൻ പറ്റിയതില് ഓക്കെ, ഞാനും സ്വാതിയും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് ഓണാശംസകൾ ചെയ്യാൻ പോകുന്നത്. ഞാനും ജോവും കുറെ വർഷം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ഓണാശംസകൾ നിങ്ങൾക്ക് നമ്മൾ നേടാൻ പോകുന്നത്. ഇവർക്ക് പ്രേക്ഷകർ ചെറിയൊരു സിമ്പതി കൊടുത്തിട്ടുണ്ട്, കോട്ടയം വെക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മനോഹരമായ ഓണാശംസകൾ പ്രേക്ഷകരോട് പറയൂ. എല്ലാ കൗമുദി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.